സ്പിറ്റി യാത്ര കഴിഞ്ഞു വന്നിട്ട് ഞാൻ അധികം ട്രെക്കിങ്ങിനൊന്നും പോയിട്ടില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കഴിഞ്ഞ ഒരു 1.5 വർഷമായിട്ട് ഞാൻ കയറണം എന്ന് കുറെ ആഗ്രഹിച്ചു നിന്നിരുന്ന തമിഴ്നാട്ടിലെ കൊണ്ടരങ്കി ഹിൽസ് വീണ്ടും മനസ്സിലേക്ക് വന്നത്. കഴിഞ്ഞ സൺഡേ ഒറ്റയ്ക്ക് കൊണ്ടരങ്കി ഹിൽസിന്റെ പീക്കിൽ ട്രെക്ക് ചെയ്ത് കയറാനും സാധിച്ചു. അപ്പൊ ഞാൻ എങ്ങനെയാണ് ഈ ഒരു ഹിൽസിന്റെ താഴെ വരെ എത്തിയെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാവേ. നമ്മുടെ ട്രിവാൻഡ്രത്ത് നിന്ന് മധുരയിലേക്ക് പഴനി വഴി പോകുന്ന അമൃത എക്സ്പ്രസിൽ നൈറ്റ് ഒരു 11:30 ആയപ്പോഴത്തേനും ഞാൻ കോട്ടയത്ത് നിന്ന് കയറിയിട്ടുണ്ടായിരുന്നു. ഈ ട്രെയിന് ഞായറാഴ്ച രാവിലെ ഒരു 7:20 ഒക്കെ ആകുമ്പോഴത്തേക്കും ഒഡ്ഡൻചത്രം എന്ന് പറഞ്ഞൊരു സ്റ്റേഷനിലേക്ക് വരും. അതായത് ദിണ്ടിഗൽ എത്തുന്നതിന് തൊട്ട് മുന്നേയുള്ള സ്റ്റേഷനാണ് കേട്ടോ ഇത്. രാവിലെ ഇറങ്ങിയതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യം കണ്ട ഒരു ടീ ഷോപ്പിൽ കയറിയിട്ട് ഒരു 2 മസാല ബോണ്ടയും ഒരു ചായയും കുടിച്ചു. ഇവിടെ രാവിലെ ചായയുടെ കൂടെ നല്ല പുഴുങ്ങിയ കടലയും പയറും ഒക്കെ കിട്ടും കേട്ടോ. ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമുക്കൊരു 100 മീറ്റർ മാത്രമേ നടക്കാനുള്ളൂ ബസ് സ്റ്റാൻഡിലേക്ക്. ഈ ബസ് സ്റ്റാൻഡിൽ നിന്ന് നമുക്ക് കീരന്നൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ള ബസ്സിലാണ് കേട്ടോ കയറേണ്ടത്. നമ്മളിങ്ങനെ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും അങ്ങ് ദൂരെ കൊണ്ടരങ്കി ഹിൽസ് കാണാനായിട്ട് പറ്റും. അങ്ങനെ ഏകദേശം ഒരു 10 മണി ആയപ്പോഴത്തേനും നമ്മൾ മലയുടെ അടിവാരത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. നല്ല വെയിലായിട്ട് വരുന്നുണ്ട്. അങ്ങനെ ആ മലയുടെ താഴെയുള്ള ഒരു അപ്പൂപ്പന്റെ കയ്യിൽ നിന്ന് ഒരു ബോട്ടിൽ വെള്ളവും വാങ്ങിയിട്ട് നമ്മൾ ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. ആദ്യമേ പറയട്ടെ, ഇത് റിലീജിയസ് ആയിട്ടുള്ള മലയാണ്. ഇതൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ അല്ല കേട്ടോ. ഈ മലയുടെ താഴെ ഒരു ശിവക്ഷേത്രമുണ്ട്. അവിടെ മുതലാണ് നമ്മുടെ ഈ ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു മുഴുവൻ മലയും അവർ ദൈവമായിട്ട് കണക്കാക്കി ആരാധിക്കുന്നതുകൊണ്ട് നമുക്ക് ചെരുപ്പിട്ടുകൊണ്ട് ഈ ഒരു മലയിലേക്ക് ട്രെക്ക് ചെയ്ത് കയറാൻ പറ്റില്ല. 3825 അടി ഉയരമുണ്ട് കേട്ടോ ഈ കൊണ്ടരങ്കി മലയ്ക്ക്. ഇതാണ് കേട്ടോ കൊണ്ടരങ്കി ഹിൽസിന്റെ പീക്ക്. ഇവിടെ ഒരു ശിവപ്രതിഷ്ഠയുണ്ട്. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ട്രെക്ക് ചെയ്ത് ഇവിടേക്ക് കയറി വരുമ്പോഴത്തേക്കും ഈ ഒരു മൗണ്ടൻ പീക്ക് നമുക്ക് തരുന്ന ഗിഫ്റ്റ് ആണ് കേട്ടോ. ഇവിടെ നോക്കുമ്പോൾ കാണുന്ന ഈ ഒരു അടിപൊളിയായിട്ടുള്ള വ്യൂ. ഈ ഒരു മലയുടെ ഐതിഹ്യവും കഥകളും ഒക്കെ ഞാൻ തിരിച്ചിറങ്ങുമ്പോൾ പറഞ്ഞുതരാവേ.